പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. പ്രിയപ്പെട്ടവരെ, ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം 3ാം എഡിഷനെ ചരിത്ര വിജയമാക്കി മാറ്റിയ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുകയാണ്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഓരോ എഡിഷനും പുതുമയാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഇത്തവണ ഡൽഹി IIT വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സംരംഭവുമായി ചേർന്ന് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ ലൈറ്റ് ഷോ അവതരിപ്പിക്കുകയാണ്. 250 ഡ്രോണുകൾ അണിനിരക്കുന്ന ഈ പ്രദർശനത്തിലൂടെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക തുടിപ്പുകളെ ഒരു പുതിയ സാങ്കേതിക സംവിധാനത്തിലൂടെ ആസ്വദിക്കാം. പുതിയ പ്രതീക്ഷകളുടെയും പുതിയ സന്തോഷങ്ങളുടെയും മതസാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുവർഷം ആശംസിക്കുന്നു. നടക്കുന്ന ഇന്റർനാഷണൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ ഷോ വീക്ഷിക്കാനെത്തിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ.
തന്നെ പുരാതന തുറമുഖ നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ കോഴിക്കോട്. പ്രാചീന കാലഘട്ടം മുതലുള്ള വ്യാപാര തലസ്ഥാനം എന്ന നിലയിൽ കോഴിക്കോട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെട്ടു. അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികൾ വാണിജ്യാവശ്യങ്ങൾക്കായി കോഴിക്കോട് എത്തി. കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ചൈനീസ് സഞ്ചാരികൾ കോഴിക്കോട് വന്നെത്തിയതിന് തെളിവുകൾ ഏറെയുണ്ട്. പിന്നീട് 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കാപ്പാട് കടൽത്തീരത്ത് കപ്പലിറങ്ങിക്കൊണ്ട് കോഴിക്കോടിനെ ലോക ചരിത്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് ബേപ്പൂർ. ലക്ഷദ്വീപിലേക്ക് ദിവസേന 2 യാത്രാ കപ്പലുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. വടക്കൻ കേരളത്തിലേക്കുള്ള പ്രധാന ചരക്ക് ഗതാഗതം ബേപ്പൂർ മാർഗമാണ് നടക്കുന്നത്. മലയാളിയുടെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ബേപ്പൂർ കേരള ടൂറിസം വകുപ്പ് ഒരുക്കുന്ന ലിറ്റററി സർക്യൂട്ടിന്റെ ആരംഭ കേന്ദ്രം കൂടിയാണ്. സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്ത കോഴിക്കോട് നഗരത്തിന്റെ അഭിമാന ഗോപുരമാണ് ബേപ്പൂർ. രാജ്യത്തെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിലൊന്നാണ് ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം. ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് അതിന്റെ 3ാം എഡിഷനിലേക്ക് കടന്നിരിക്കുന്നു. രാജ്യത്തെ സാഹസിക ജലകായിക വിനോദങ്ങളുടെ പ്രധാന കേന്ദ്രമായി കോഴിക്കോടിനെ മാറ്റുന്നതിലേക്ക് നയിക്കുന്നതിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് നിർണായക സ്ഥാനമുണ്ട്. വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം സർവകാല റെക്കോർഡ് കൈവരിക്കുകയാണ്. ഈ വർഷം സെപ്റ്റംബർ മാസം വരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 1.59 കോടി ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിൽ. 4,47,320 വിദേശ സഞ്ചാരികൾ ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനം സന്ദർശിക്കും. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ആസൂത്രണം ചെയ്ത പുത്തൻ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. ഈ മഹത്തായ ജലമേളയ്ക്ക് ആതിഥേയരാകുന്നതിലൂടെ കോഴിക്കോട് വിനോദസഞ്ചാരികൾക്കായി ജലകായികമേള, നാവിക പ്രദർശനങ്ങൾ, പാചകമേള, കലാസംഗീത സന്ധ്യകൾ തുടങ്ങിയ അനുഭവങ്ങൾ ഒരുക്കും. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് നമ്മുടെ നാടിന്റെ നാവിക ചരിത്രവും സാഹസികതയും ഒരുപോലെ പകർന്നു നൽകുന്ന അനുഭവമായി ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ കളക്ടർ കോഴിക്കോട്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ സീസൺ 3 ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ പ്രാവശ്യം ലക്ഷക്കണക്കിന് ആളുകൾ ഈ വാട്ടർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. ഇത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിലെ 3ാമത്തെ സീസണായി. ഒരുപാട് ആക്ടിവിറ്റീസും വാട്ടർ ബേസ്ഡ് ആക്ടിവിറ്റീസ്, കൾച്ചർ പരിപാടി, ഫുഡ് ഫെസ്റ്റിവൽ,
ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സും ജനങ്ങൾക്കും വോളണ്ടിയർമാർക്കും എല്ലാവർക്കും ഞാൻ വളരെ ഹൃദയപൂർവ്വം നന്ദി പറയാം. നമ്മുടെ കേരള സ്റ്റേറ്റ് മിനിസ്റ്റർ ഫോർ ടൂറിസം ആൻഡ് PWD ബഹുമാനപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസ് സാറിനെ വിഷനും അവരെ ഗൈഡൻസുമാണ് ഈ പരിപാടിയിലെ സക്സസ്സിലേക്ക് നമുക്ക് പോകുന്നത്. ഞാൻ എല്ലാവർക്കും നന്ദി പറയാം. I wish all of you a very happy new year. Thank you.